ബോസിൽ എന്തോ ഒരു പയ്യൻ ആരാണെന്ന് എനിക്കറിയത്തില്ല, ഈ വീഡിയോ ട്രോൾസ് ഇതൊക്കെ കണ്ടത്. അപ്പോൾ മോഹൻലാൽ ഉപദേശിച്ച് ഇഷ്ടപ്പെട്ടില്ല ആളുകൾക്ക്. ഏതൊരു പയ്യൻ എന്തോ ജസ്റ്റ് കാണിച്ചപ്പോൾ അത് ഭയങ്കര ഇൻസൾട്ടിങ് ആണെന്നോ, ഈ പറഞ്ഞ പോലെ എന്തോ ഫക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ മിഡിൽ ഫിംഗറൊക്കെ വെച്ച് കാണിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ എന്തോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കാണിച്ചപ്പോൾ മോഹൻലാൽ അവരോട് പറഞ്ഞു, അങ്ങനെയൊന്നും കാണിക്കരുത് മോനെ, അത് ഭയങ്കര മോശമാണ്, ഒരുപാട് പേര് കാണുന്ന ഷോ ആണ്, അപ്പോൾ അത് അങ്ങനെ കാണിക്കരുത്, വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ് അത് എന്നൊക്കെ മോഹൻലാൽ അവനോട് പറയുക. മോഹൻലാൽ ഹോസ്റ്റ് ചെയ്യുന്നൊരു പരിപാടി അങ്ങനെ ഈ ഒരു ടൈപ്പ് ഇപ്പോൾ തുണി പൊക്കി കാണിച്ച് ആരാണേലും പറയത്തില്ല മോശം പരിപാടിയാണ്. അപ്പോൾ ഈ മോഹൻലാലിനോട് ഇപ്പോൾ നമുക്ക് ട്രോളാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പഴയ ഒരു വീഡിയോ ഉണ്ട്. മോഹൻലാൽ ഏതോ അവാർഡ് ഫംഗ്ഷൻ ഇരുന്നപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ സിദ്ദിഖൂടി ഇരുന്ന് എന്തോ പറയുന്നു. പുള്ളി ഇങ്ങനെ ഒരു കണ്ണാടി എടുത്തിട്ട് ഇങ്ങനെ കണ്ണാടി ഇട്ട് കുലുക്കുന്നു. കുലുക്കി തക്ക കുലുക്കി തക്കി തക്ക തക്ക തിക്കി തക്ക തക്ക തിക്കി തക്ക തക്ക മുടി വെട്ടി കുറച്ചു, ഇത്ര മതി. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഇത് എന്തിനാട്ടെ, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ വലിയ കുഴപ്പമില്ല, എങ്ങനെ ഇടുന്നാലും നമുക്ക് വരും. അപ്പോൾ ഈ മോഹൻലാൽ അങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അല്ല, ഇതിനെ ഇപ്പോൾ മറ്റൊരു രീതിയിലാണ് ഞാൻ പറയുന്നതെങ്കിൽ ചിലപ്പോൾ ഇവിടെ ലൈക്കുകൾ കൂടുകയും മറ്റേ വ്യൂസ് കൂടുകയൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം. വലിയൊരു കണ്ടുപിടുത്തം പോലൊക്കെ എന്നോട് പലരും വന്ന് പറഞ്ഞു, ഇതെന്തോ അയാൾ അങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ കാണിച്ചാൽ എന്ന് കുറേ പേര് വിളിച്ച് പറഞ്ഞു. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് നമ്മുടെ ഈ നാട്ടുകാർക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യം. ഇപ്പോൾ അപർണ ബാലമുരളിയെ സ്റ്റേജിൽ കിടന്ന് കാണിച്ചതും അന്ന് അപർണ ബാലമുരളിയെതിരെ ഞാൻ കുറേ വീഡിയോ ഇട്ടപ്പോഴും എല്ലാവരും പലതും പറയും. ഇവർക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതിപ്പോൾ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മോഹൻലാലിൻ്റെ ഫാൻസ് വന്ന് എന്നെ അങ്ങ് ഉയരങ്ങളിലേക്ക് എത്തിച്ച് ഞാൻ ഉന്നത നിലയിലെത്തും, പിന്നെ എനിക്ക് ജീവിതം അങ്ങ് സുഖമാണ്, മോഹൻലാലിനെ പറ്റി നല്ലത് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ളവരൊക്കെ അങ്ങനെയാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്, പ്രത്യേകിച്ച് യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരൊക്കെ മോഹൻലാലിനെ നല്ലത് പറഞ്ഞില്ലെങ്കിൽ അങ്ങ് പ്രശ്നമാണ്, മോഹൻലാലിനെ പറ്റി മോശം പറഞ്ഞാൽ നിനക്കറിയത്തില്ല, നിനക്ക് പവർ അറിയത്തില്ല, അങ്ങനെയൊന്നും വിചാരിച്ച് പറയുന്നതല്ല. സാധാരണ ഇങ്ങനെ അല്ല പറയാറ്. പക്ഷേ ഈ സംഭവത്തിലൊരു ചെറിയ കുഴപ്പമുണ്ട്. അതായത് നമ്മൾ മമ്മൂട്ടിയുടെ കരിപ്പെട്ടി അല്ലെങ്കിൽ ഒരാൾ തടിയാന്ന് വിളിച്ചു, കഷണ്ടി എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ ഒന്നും എതിർത്ത് പറയത്തില്ല. കാരണം അത് അവരുടെ സർക്കിളിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരൊക്കെ ചെയ്യും. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനൊക്കെ ഇവിടെ നിന്ന് പറയുന്നതൊക്കെ കേട്ടാൽ മാത്രമല്ല, ഇപ്പോൾ ബാലയുടെ ഇഷ്യൂ നടന്നപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പ് ലീക്കായെന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി എടുത്തുകൊണ്ട് വന്നില്ലേ, അതൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ചുമ്മാ ഫ്രണ്ട്സിനിടയിൽ ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ ഓഡിയോ അയക്കുക, ഇങ്ങനത്തെ കൂറത്തിലൊക്കെ കാണിക്കും. അല്ലാതെ അവരുമായിട്ടൊന്നും നമുക്ക് അങ്ങനെ സംസാരം ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതും പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ അങ്ങനത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞല്ലാതെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഇല്ലാതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ മോഹൻലാലും മമ്മൂട്ടിയും സിദ്ദിഖും ഇരിക്കുമ്പോൾ അവർ പലതും കാണിക്കുക. അതൊരു ക്യാമറയിൽ ഒരുത്തം പകർത്തിയത് പബ്ലിഷ് ചെയ്യുന്നിടത്താണ് പ്രശ്നം. അതൊന്നും പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരാരെ ഇൻസൾട്ട് ചെയ്യാൻ ചെയ്തതല്ലല്ലോ. എവിടെ ചടങ്ങ് നടക്കുന്ന ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിക്കണം. അതിപ്പോൾ ഇങ്ങനെ കാണിച്ചില്ല, ഇതിലും കട്ട അപരാധം വല്ലതും പറഞ്ഞാൽ ഇവർ കേൾക്കൂ. അങ്ങനെയൊന്നും ആരും പറയാറില്ലേ. പിന്നെ ചിലർ മോഹൻലാലിൻ്റെ പേഴ്സണൽ ലൈഫിൽ മോഹൻലാൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം നടക്കുന്നതാണ്. അതൊന്നും ഒരു ഇഷ്യൂ അല്ല, ഇതൊരു പ്രശ്നമല്ല. പ്രശ്നം എന്ന് പറയുന്നത് വൈറസും ബാക്ടീരിയൊക്കെ പ്ലേറ്റ് കൊട്ടുമ്പോൾ ചാവും, വിളക്ക് കത്തിക്കുമ്പോൾ അതുങ്ങൾ ചത്തു എന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങൾ പറയരുത്. ദൈവത്തിന് കത്തെഴുതി ബ്ലോഗ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ നമുക്ക് വീട്ടിലിരിക്കാം, വേലക്കാരെ പറഞ്ഞു വിടാം എന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ പറയുന്നിടത്താണ് മോഹൻലാലിൻ്റെ പരാജയം ഇരിക്കുന്നത്. അല്ലാതെ ആ കാണിച്ചത് അവരുടെ പേഴ്സണൽ സ്പേസ് തന്നെ. അത് പബ്ലിക് സ്ഥലമൊക്കെ പബ്ലിക് ആയിരിക്കും, പക്ഷേ അവിടെ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. കാരണം അത് ആരെയും കാണിച്ചില്ല. ഇതെന്ന് വെച്ചാൽ ഷോ നടക്കുക. മോഹൻലാൽ സ്റ്റേജിൽ കയറി ഇരുന്ന കാണിച്ചതെങ്കിൽ മോഹൻലാലിനെ നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. മോഹൻലാൽ സ്റ്റേജിൽ കയറി ആളെ പറ്റിക്കുന്ന ലിപ്സിംഗ് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ പേരിലൂടെ പൊങ്കാല മഹോത്സവം നടത്തി അതിൻ്റെയൊക്കെ വലിയ കച്ചറയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നീ മണ്ടന്മാരൊക്കെ. പക്ഷെ അതുപോലല്ല ഇതെന്ന് പറയുന്നത് മോഹൻലാൽ ആ പ്രവൃത്തി സ്റ്റേജിൽ കയറി നിന്ന് ചെയ്താൽ ആരും ഒന്നും പറയില്ല. അന്ന് മോഹൻലാലിനെ വിളിച്ചിട്ട് മമ്മൂട്ടി വാൺ ചെയ്യും, മോനേട്ടാ അങ്ങനെയല്ലേ പറയുന്നത്, മുന്നേലല്ലേ അത് മോശം പ്രവൃത്തിയാണ്, ഇനിമേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറയും. അപ്പോൾ ഉടനെ മറ്റേ ശരിക്കാ എനിക്കൊരു ബിഗ് ബിലീഫ് അല്ലാതെ വിചാരിച്ച് ചെയ്തതാണ്, പക്ഷേ പോയി എന്നൊക്കെ പറയും. പക്ഷെ ഇതിൻ്റെ ആവശ്യമില്ല അതിന്. എടാ ഇവൻ ഈ ക്യാമറ എടുത്ത് വെച്ചിട്ട് എന്തിനാടാ ഈ വല്ലവൻ്റെയും കാലിടയിലൊക്കെ നോക്കാൻ ചെല്ലുന്നത്? അവരവിടെ പേഴ്സണലായിട്ട് എന്തെങ്കിലും തറ പറയോ തെറി പറയോ കച്ചറ എന്ത് പറഞ്ഞാൽ എന്തോ അത് അവരുടെ ഇടയിലുള്ള കാര്യമല്ലേ. അതിനിടയിൽ കൊണ്ട് കോപ്പ് വെച്ചിട്ട് ഇനി മോഹൻലാലിൻ്റെയൊക്കെ പുറകെ നടന്നാൽ ഇതിൽ കൂടുതൽ കാണാൻ പറ്റും. ഇത് ചെറുതാ, അത് ആരുടെ പുറകെ നടന്നാലും കിട്ടുമെന്ന് ഇങ്ങനെ പറയണം. ഞാൻ ഇതിനകത്ത് അത് അധികം അങ്ങനെ എടുത്ത് പ്രയോഗിക്കാത്ത അതുകൊണ്ടാണ്. കാരണം വൃത്തികേടാത്, അത് അവർക്ക് പറയാൻ പാടില്ലാത്തവരൊന്നും അല്ല. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പറയാൻ പാടില്ലാത്തൊരു സ്ഥലം, അത്ര വലിയ പുണ്യപ്പെട്ട സ്ഥലമൊന്നും ഇല്ല. പിന്നെ മോഹൻലാൽ ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സിനാണ് ഈ ആൾക്കാർക്ക് പിടിക്കാത്തത്. മോഹൻലാൽ എല്ലാം ചെയ്യുകയും ചെയ്യും, എല്ലാം പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പം മൂകാംബികൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ സർവജ്ഞ പീഠത്തിൽ ആദിശങ്കരൻ്റെ അപ്പുറത്തിപ്പുറത്തേക്ക് ഇരിക്കുന്നത്, ഞങ്ങൾ പണ്ട് 3 പേര് ഇരുന്ന ആ ഫോട്ടോ ഇവിടെ കണ്ടുണ്ട്, എടുത്തിടാം കേട്ടോ, അതേ ടൈപ്പ് ഫോട്ടോ.
പുള്ളി ജീപ്പേലാണ് പോയത്. ഞങ്ങൾ അതിനകത്ത് കാട്ടിക്കൂട് കയറുന്ന പരിപാടിക്കാണ് പോയിക്കൊണ്ടിരുന്നത് സ്ഥിരമായിട്ട്. ഒരു 3-4 വർഷം പോയി. നമ്മളൊരു സുഹൃത്ത്, ഒരു ചേട്ടനുണ്ട്, പുള്ളി അവിടുത്തെ ഒരു മൂകാംബിക ഭക്തനായതുകൊണ്ട് പുള്ളിയുടെ കൂടെ കാട് കാണാൻ പോകുന്നത്. മൂകാംബിക പോയി ആ അന്നദാനവും ഫ്രീ ഫുഡാണല്ലോ, പിന്നെ അവിടുത്തെ ആ അമ്പലത്തിൽ ഇരുന്നാട തുറക്കുന്നതൊക്കെ പോയി കാണുക, ഈ ആൾക്കാരോട് നിന്നിട്ട് രഥം വലിക്കുകയല്ല വലിക്കുന്ന കാണുക, അങ്ങനത്തെ കുറേ പരിപാടികൾ കണ്ടിട്ടുണ്ട്. സ്വർണ്ണരഥം, തടിരഥം, ഡെമോ രഥമാണ് തടിരഥം. അങ്ങനെ അവിടെ കുറേ പരിപാടികളുണ്ട്. അവിടെ ആ മൂലയ്ക്കിരുന്ന് യേശുദാസ് പാടിയെന്നോ, യേശുദാസ് താമസിക്കുന്ന സെയിം റിസോർട്ടിൽ തന്നെ എല്ലാവരും താമസിക്കുന്ന അന്ന്. ഇന്നവിടെ വേറെ റിസോർട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പോയിക്കൊണ്ടിരുന്നത് 2004-2005 പോയിട്ടുള്ളത്. അന്ന് അവിടെ ഇത്രയും ടൂറിസ്റ്റ് ഒന്നും വരുന്ന സ്ഥലമൊന്നുമല്ല, വളരെ കുറച്ച് പേര്. അന്ന് ഈ പറഞ്ഞ പോലെ ഈ സർവജ്ഞപീഠത്തിലെ ആദിശങ്കരാചാര്യരുടെ പ്രതിമയുടെ അപ്പുറത്ത് ഇരുന്നൊക്കെ ഇന്നൊക്കെ ഫോട്ടോ എടുക്കാൻ ഇന്ന് പറ്റത്തില്ല. ഇന്ന് മോഹൻലാലൊക്കെ ചെന്നാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഫോട്ടോയ്ക്കകത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ അതിന് ചുറ്റും കയറി, ചുമ്മാ ആരും ഇല്ല അവിടെ. അപ്പോൾ അവിടെ നമ്മൾ വല്ല സിഗരറ്റ് വലിക്കാനോ ഒക്കെ ഒരു ഷെൽട്ടർ കത്തിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ അകത്തോട്ട് കയറത്തില്ല. അത് വളരെ മോശമല്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പലരും റെസ്പെക്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അങ്ങനത്തെ പണിയൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ മൂലയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചിത്രമൂലയല്ല, സർവജ്ഞപീഠം. മൂല എന്ന് പറയുമ്പോൾ ചിത്രമൂല ഓർമ്മ വരും. അപ്പോൾ ഈ സർവജ്ഞപീഠത്തിൻ്റെ ഈ ഒരു വോളുണ്ട്, ഈ സൈഡിലെ വോളിൻ്റെ അവിടെ ചേർന്ന് നിന്നിട്ട് സിഗരറ്റ് കത്തിക്കുന്നത്. അങ്ങനെ പലതും അങ്ങനെ കത്തിച്ച് വലിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും. സമാധി അങ്ങനെ ഇരുന്ന് വലിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അതിപ്പോൾ പറ്റത്തില്ല. അവിടെ പോയാൽ അവിടെ ഭയങ്കര പൂജാരിയൊക്കെ, അത് പൂജാരിയെ കണ്ടെന്ന് പോക്ക് നിർത്തി. മൈരന്മാർ ഇങ്ങനത്തെ കുറേ ആരെങ്കിലുമൊക്കെ അതിൽ പോയ ഉടനെ അവിടെ അങ്ങ് ആൾ കൂടിയിട്ട് പിന്നെ അത് അമ്പലമാക്കും. അവിടെ ഭയങ്കര ഭക്തി, ബഹളം, സെക്യൂരിറ്റി ഇല്ലാന്ന് ഒരു കുഴപ്പമില്ലാന്ന്, വളരെ ശാന്തമായ ഏരിയ. ആകെ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ അന്ന് പണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആൾക്കൂട്ടവും ബഹളവും, ജീപ്പ് ട്രാക്കിൽ അതുവഴി ആൾ കയറി വരുന്നു. അന്ന് നമ്മൾ ഒരു ടീമിനെയൊക്കെ കാണത്തുള്ളൂ. അന്ന് അവിടെ വെച്ച് ഒരു പാട്ടൊക്കെ പാടി ഒരു സ്ത്രീയും ഒരു ഭർത്താവും ഭാര്യയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ആ പെണ്ണുമ്പോൾ നല്ലതായിട്ട് പാടുന്നു. ഞങ്ങൾ അതൊക്കെ കേട്ടിരുന്നു. ഞങ്ങൾ ആ 2 കൂട്ടരെ ആകുന്ന റിസോർട്ടുള്ളൂ, വേറെ ആരും ഇല്ല. നല്ല നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുകളിൽ താമസിക്കുന്നൊരു ബംഗ്ലാവുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് തൊട്ടപ്പുറത്തൊരു മലയുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു 3 കല്ലടക്കിയിട്ടുണ്ട്. ആ കല്ലേ കയറി മലന്ന് കിടന്നിങ്ങനെ തല താഴ്ത്തിയിട്ടിട്ട് പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല വിഷ്വൽ. അതെൻ്റെ ഒരു ഫ്രണ്ട് ആ സാധനം കണ്ടുപിടിച്ചത്. അവിടെ അങ്ങനത്തെ ഒരു വിഷ്വൽ ഉണ്ടെന്ന്. അധികം പേര് പോയി അവിടെ കിടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ചെന്ന് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ കാണാത്തൊരു സീൻ ഒരുത്തം കണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാം മലന്ന് കിടന്നിങ്ങനെ നോക്കിയപ്പോൾ ഈ ഭൂമി തല കീഴായിട്ട് ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നും. നമ്മളിങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് പറക്കുവാണോ എന്നൊക്കെ ഒരു ഫീൽ വരും. അത് കള്ളും കഞ്ചാവൊന്നും അടിച്ചിട്ട് തോന്നുന്നല്ല കേട്ടോ, ഏതൊരു മനുഷ്യൻ തലയും കുത്തി ഉണ്ടാകുന്ന സാധനമാണ് അത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ 3 കല്ലിപ്പോഴും ഉണ്ടോ, ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ കിട്ടുവാണെടുത്ത് ഇടാം. പക്ഷേ അതിൻ്റെ മുകളിൽ കയറണം. അവിടെ വരെ ചെല്ലാൻ ഇച്ചിരി പാടാണ്, കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതായത് ആ റിസോർട്ട് നല്ല പറയുന്നത്, അതൊരു ചെറിയൊരു IB വേണ്ട എന്തോ, അവിടെ ഒറ്റൊരു കെട്ടിടം ഉള്ളതാണ് അന്ന്. അതിൻ്റെ അപ്പുറത്ത് മറ്റേ ഒരു കുടുംബം നടത്തുന്ന എന്തോ ചെറിയൊരു ഹോട്ടൽ പോലത്തെ സെറ്റപ്പ്. ആ പൂജാരിയുടെ ഫാമിലി തന്നെയാണെന്ന് തോന്നുന്നു. ഈ സർവജ്ഞപീഠത്തിൽ പൂജാരിയുണ്ട്. അയാളെപ്പോഴും അവിടെ കാണത്തില്ല. നമുക്ക് അവിടെ ചെല്ലുന്ന സമയം ആ ടൈമിങ്ങിലൊന്നും ഇല്ല. ഇപ്പോൾ പക്ഷേ ഇച്ചിരി പാടാ. അതിനപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആണ്ടൊക്കെ വേലി കെട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. മോഹൻലാലൊക്കെ എപ്പോഴും അതിനകത്ത് കയറി ഇരുന്നതാണ്. അങ്ങനെ ചില സമയത്തൊന്നും കയറാൻ പറ്റില്ല. പണ്ടൊന്നും അവിടെ ആളില്ല. പുള്ളിയും അല്ലല്ല, താഴത്തെ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ. സർവജ്ഞപീഠത്തിലൊന്നും പൂജാരിയും കീജാരിയൊന്നും ഇല്ല. അതവിടെ വെറുതെ കിടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ചിത്രമൂലയിലോട്ട് നടന്ന് ആ മൂലയ്ക്ക് പോയി കുറച്ച് നേരം ആ കേവിനകത്ത് കുത്തിയിരിക്കും. കേവിനകത്ത് കുത്തിയിരിക്കുന്ന ഫോട്ടോ എനിക്ക് വന്ന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആരും അയച്ചു തന്നപ്പോൾ ഇട്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അത് മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അറിയാതെ സർവജ്ഞപീഠം വഴി, ചിത്രമൂല വഴി, മൂകാംബിക അമ്പലത്തിലെ പ്രസാദം, അതൊരു പ്രത്യേക പ്രസാദമാണ്. അങ്ങനെ അമ്പലമൊക്കെ പണ്ട് ഒരുപാട് വണ്ടി അമ്പലം പള്ളിയൊക്കെ പോയി കണ്ട് നോക്കി എവിടെ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ പോയതാണ്. പക്ഷേ ഒന്നിലും വലിയ കാര്യമില്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അവിടെ വരെ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അപ്പോൾ ഈ പറഞ്ഞ മോഹൻലാലിൻ്റെ പല പേഴ്സണൽ കാര്യങ്ങൾ ആരുടെയാണേലും അത് ഇങ്ങനെ ചകഞ്ഞ് എന്ന് നോക്കിയിട്ട് ഒളിഞ്ഞു നോട്ടമൊക്കെ നടത്തിയിട്ട് അമ്മാതിരി പരിപാടി എടുക്കുന്ന അതല്ലിത്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് ഒരു ഷോയ്ക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ഒരു ലൈവ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവിടെ നിന്ന് തുണി പൊക്കി കാണിച്ചാൽ ഉണ്ടാകുന്ന വ്യത്യാസവും ഒരാൾ തുണി ഉടുക്കാതെ അയാളെ വീട്ടിൽ നിന്ന് കുളിക്കുന്നതോ അല്ലെങ്കിൽ അയാളുടെ കൂട്ടുകാരുടെ മുന്നിൽ കൂടെ അയാളെ തുണി ഉടുക്കാതെ നടക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മാത്രമല്ല മോഹൻലാൽ അന്ന് ആരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഒരു ജസ്റ്റർ അങ്ങനെ കാണിക്കുകയല്ല ചെയ്തത്. ഇല്ല ദേഷ്യം വന്നപ്പോൾ കാണിച്ചൊന്നല്ല, അല്ല ഒരാളുടെ വിരോധം കൊണ്ട് കാണിച്ചല്ല. അവരവിടെ എന്തോ പറഞ്ഞ് ചിരിക്കുക. മമ്മൂട്ടിയൊക്കെ ചിരിച്ചിട്ടിച്ച തട്ടിക്കൂ എന്തോ മൈരമണിയടപ്പം കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് വളരെ കൂളാണ് ആ സീന്. അതൊന്നും പാടില്ലെന്ന് പറയുക. എവിടെ നിന്ന് വന്നവന്മാരാ ഇമാരൊക്കെ ആരാ? ഇവരൊന്നും ഇങ്ങനെയൊന്നും പറയത്തുമില്ല, ചെയ്യത്തുമില്ല. ഭയങ്കര മാന്യന്മാരും ഡീസൻ്റ് കുറേ മനുഷ്യർ ജീവിക്കുന്ന നാടല്ലേ കേരളം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് കമൻറ്റ് ബോക്സോ എല്ലായിടത്തും അങ്ങ് തെറി പറഞ്ഞ് കിടക്കുമോ? എന്നിട്ടാ പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത്. മോഹൻലാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. മോഹൻലാൽ എന്താ ചെയ്താൽ മോഹൻലാൽ ജീവിക്കാൻ പാടില്ലേ? അങ്ങനൊന്നും ഇല്ല. നമ്മൾ മോഹൻലാലിൻ്റെ പടം വരുമ്പോൾ അതിൻ്റെ ഈ ആളെ പറ്റിക്കുന്ന പ്രൊമോഷൻ കാണുമ്പോൾ ഒരു കമൻറ്റ് പറയുന്ന പോലാണോ ഈ വക കാര്യങ്ങൾ?
എനിക്കറിയത്തില്ല. പിന്നെ മോഹൻലാലിൻ്റെ ഏറ്റവും അടിപൊളി ഒരു സീൻ ഈ ബിഗ് ബോസ് റിലേറ്റഡ് ഒരു ക്ലിപ്പ് ഞാൻ വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയത് ഇങ്ങനെ എന്താ പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു സാധനം ഉണ്ടാകുന്നു. ഒരു പെങ്കൊച്ചിനോട് ചോദിക്കും, കുട്ടിയുടെ ഇവിടുത്തെ പുറത്തും ഇങ്ങനെ തന്നെയാണോ പെരുമാറുന്നത്, ഇതാണോ കുട്ടിയുടെ സ്വഭാവം എന്ന് ചോദിക്കും. ഏതൊരു പെണ്ണ്, എനിക്കറിയത്തില്ല, വേണ്ട വേറെ അറിയത്തില്ല, ആരാന്ന് അറിയത്തില്ല, എന്തിനാട്ടെ. അപ്പോൾ ഉടനെ ആ പെണ്ണ് പറയും, അല്ല അങ്ങനെയല്ല ലേട്ടാ, എന്നെ ആരെങ്കിലും കയറി ചൊറിഞ്ഞാൽ ഞാൻ തിരിച്ച് മാന്തു എന്ന്. അത് ഈ മോഹൻലാൽ ഫാൻസുകാർ പറഞ്ഞു നടന്നുകൊണ്ടിരുന്നതാണോ അതോ മോഹൻലാലിൻ്റെ തന്നെ ഡയലോഗാണെന്ന് അറിയത്തില്ല. മോഹൻലാൽ തിരിച്ച് പറയുന്നുണ്ട്, ആർക്കെങ്കിലും പാത്ര തൊട്ടേ ആ കുട്ടി അത് ചൊറിഞ്ഞാൽ മതി. ആ പറയുന്ന രീതി നമുക്ക് അതെല്ലാവർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അത് കറക്റ്റാണ് പഴയ മോഹൻലാൽ. നമുക്ക് ചിരി വരുത്തുന്ന ഒരു പ്രത്യേക ഒരു സാധനം അത്. ആ ഐറ്റം ഇപ്പോൾ പുള്ളിക്കാരനില്ല. അത് ഇവിടെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, വേറെ ഒരിടത്തും അത് കിട്ടുന്നില്ല. അത് വളരെ നാച്ചുറലായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഇനി അല്ലെങ്കിൽ പോലും അത് കറക്റ്റാണ് ആ സാധനം. ബാക്കി ഇപ്പോൾ വരുന്ന പല വിറ്റുകൾ ഇയാൾ പറഞ്ഞ് തമാശ പറഞ്ഞാൽ ചിരിക്കാൻ തോന്നത്തില്ല. പക്ഷെ ഇത് നല്ല കലക്കിയിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്കെന്തോ കുഞ്ഞായി പോയ പോലെ തോന്നി. ഏത് ചെറുപ്പത്തിന് 15 വയസ്സുള്ള എന്നെ പോലെയൊക്കെ തോന്നിപ്പോയെന്നെ. കാരണം അന്നേ ഇങ്ങനെ മോഹൻലാലിനെ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മോഹൻലാലിന് അങ്ങനെ പറ്റുന്നില്ല. പറ്റാത്ത പട്ടി വയ്യാത്ത പട്ടി കയ്യാലെ കയറുന്ന പോലത്തെ അവസ്ഥ കാണുമ്പോൾ ഇനി പട്ടി കയ്യാലെ കയറണമെന്നില്ല, മാറിയ മൂലക്കെങ്ങാൻ ഇരിക്കാൻ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പരിപാടി നടക്കുന്നില്ല. പക്ഷേ ഇടയ്ക്ക് തന്നെ ഇപ്പം ആരാണ്ട് ഈ മറ്റേ എന്താ പറയണ്ടേ പറഞ്ഞ പോലെ ചുമ്മാ വെറുതെ മോഹൻലാൽ പറഞ്ഞപ്പോൾ അത് കറക്റ്റായി. ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. നിങ്ങൾ ആ ക്ലിപ്പ് എടുത്ത് കണ്ടു നോക്കുക. അതാണ് വിറ്റ്. ഈ പറയുന്നതാണ് വളരെ കൂളായിട്ട്, വളരെ സോഫ്റ്റാണ് കോമഡി. ആർക്കെങ്കിലും പന്ത്രണ്ടിൻ്റെ കുട്ടിയെന്ന് ചൊറിഞ്ഞാൽ മതി. അതെ, നമുക്ക് പറഞ്ഞാൽ കിട്ടും, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ. അത് ചില സമയത്ത് പുള്ളി ജഗതിക്ക് ഈ സാധനം ഇറക്കും ഇങ്ങനത്തെ. സലീം കുമാർ നല്ല രസമാണ്. അതൊരു ഭയങ്കര സോഫ്റ്റായിട്ടാണ് പറയുന്നതെങ്കിലും നല്ല രസമാണ്. അതിനകത്ത് ചിരിക്കാനുണ്ടാകും. ഞാൻ കുറച്ച് ചിരിക്കുകയും ചെയ്തു, കുറേ അങ്ങ് ചിരിച്ച്. കുറേ നാളായി മോഹൻലാലിൻ്റെ ഒരു കോമഡി ഉണ്ട് ചിരിച്ചിട്ട്. അതിനിടയിലെ കുറേ ഊളകൾ പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കുക. ഇങ്ങനത്തെ തീട്ട കേസ് പൊക്കാനല്ലാതെ ഈ ബാണങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഈ നാട്ടിൽ പിള്ളേർ സെറ്റാണ് ഇത് കൂടുതലും. നിങ്ങൾക്ക് ബോധമില്ലേ? ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നവനാ? ഇതിലും കൂടുതൽ കഞ്ഞിപ്പരിപാടി അവതരിപ്പിച്ച് ജീവിച്ചേക്കുന്നവന്മാരും അങ്ങനെ തന്നെ നടക്കുന്ന ഊച്ചാളികളാണ് ഇതൊക്കെ. എന്നിട്ടാണ് പറയുന്നത് അതൊന്നും പറ്റത്തില്ല, അങ്ങനൊന്നും പറ്റത്തില്ല. മോഹൻലാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം കാണിച്ചു നിൽക്കിരിക്കുക. അത് പക്ഷേ സ്റ്റേജിൽ കയറി നാട്ടുകാരെ കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉടനെ മറ്റേ പട്ടാളക്കാരെ ഓർക്കുക. ഇങ്ങനത്തെ സീനൊക്കെ വരുമ്പോഴേ ഉള്ളൂ എതിർപ്പ്. അല്ലാതെ ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കാനൊക്കെ എല്ലാവർക്കും പറ്റണം. മറ്റേ അഭിപ്രായം ഉണ്ടല്ലോ, ഒരുമാതിരി മറ്റിടത്ത് അഭിപ്രായം വരും. അതൊന്നും എൻ്റർടൈൻ ചെയ്യത്തില്ല ആരും. അതിനൊക്കെ എതിർപ്പുകളുണ്ടാവും, അതിനകത്ത് നാണം കെടും. അത് അത്രയും വർത്താനം പറയുന്നുണ്ടല്ലോ കുഴപ്പമില്ല. ഇതുപോലെ കോമഡിയൊക്കെ പറഞ്ഞ് ചുമ്മാ രസിപ്പിച്ച് കുഞ്ഞു കോമഡിയൊക്കെ അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അല്ലാതെ വേറൊന്നിനും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പുള്ളിക്ക് വേറെ എന്തെങ്കിലും കൊള്ളാവുന്ന. എഴുത്തൊക്കെ ഭയങ്കര മോശമാണ്. ബ്ലോഗൊക്കെ നിർത്തി. ഇപ്പം ദൈവത്തിന് കത്തെഴുതണ്ട. ദൈവം പറഞ്ഞു മേലിൽ ഇനി കൊണ്ട് കത്തയച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ ശരിയാക്കണം. അപ്പം തന്നെ കത്തെഴുത്ത് നിർത്തി. പിന്നെ കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള പേര് മാറ്റി വൺ ആൻഡ് ഉള്ളി മോഹൻലാൽ എന്നാണ് ഇപ്പോൾ കാണുന്നത്. അത് കാര്യം നന്നായി. കാരണം കംപ്ലീറ്റ് ആയില്ലെന്ന് ചിലപ്പോൾ ആരും പറഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ് അല്ലെന്നിപ്പോൾ. അങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരമൊക്കെ ഉണ്ട്, മനസ്സിലായോ? പക്ഷെ മറ്റേതൊരു പൊട്ടത്തരമല്ല, മറ്റേത് ഇവിടുത്തെ സ്വാഭാവികമായ കാര്യം. പക്ഷേ കംപ്ലീറ്റ് ആക്ടർ ഒരു പൊട്ടത്തരമോ? കംപ്ലീറ്റ് ആക്ടർ എന്ന് ഇയാൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ എല്ലാവരും കാണിക്കുന്നത്. ഇതിലും വൃത്തികളൊക്കെ ഇവിടെ ആൾക്കാർ കാണിക്കുന്നുണ്ട്. അവിടെ എല്ലാം കൊണ്ട് ക്യാമറ വെച്ചാൽ ചിലപ്പോൾ വല്ലതൊക്കെ കാണേണ്ടി വരും. ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ ആ സീൻ ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. പുള്ളിയൊന്നും അത്രയും വിചാരിച്ചിട്ടുമില്ല. ഇതൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയി അത് പിന്നെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതൊന്നും മോഹൻലാലൊന്നും ചിന്തിച്ച് പോലും കാണത്തില്ല. മോഹൻലാലിന് അത്രയും ചിന്തിക്കാനുള്ള ശേഷിയൊന്നും ഇല്ല. അല്ലേ മോഹൻലാൽ അവിടെ ഇരുന്നത് കാണിക്കത്തില്ല. മോഹൻലാൽ പിന്നെ മേലെ അത് അവതരിപ്പിച്ചിട്ടുമില്ല. ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല. പുള്ളി പേടിച്ചു പോയി അതോടെ. അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന് ഞാൻ അറിഞ്ഞില്ലടാ എന്നൊക്കെ. അങ്ങനത്തെ ഒരു പാർട്ടിയാണ്, മനസ്സിലായി. ഇവന്മാർ എവിടെ നിന്ന് വന്ന് പകർത്തിയെടുത്തോണ്ട് പോയടാ, എന്തിനാപ്പി ഇതൊക്കെ എന്നൊക്കെ ആയിരിക്കും പുള്ളി വിചാരിച്ചത്. അതുകൊണ്ട് ഇതിനൊന്നും പിടിക്കരുത്. ഇത് പിടിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം, ഊച്ചാളികളായിരിക്കും. നിവർത്തികെട്ട യൂട്യൂബർമാരും നിവർത്തികെട്ട വ്ളോഗർമാരുടെയൊക്കെ ഒരു കണ്ടൻറ്റാണ്. മറ്റേ നിവർത്തികേടുള്ള കുറേ ആൾക്കാരുണ്ട്, വേറൊന്നും പറയാനില്ലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. ഇത് തെറ്റിപ്പോകുന്നതാണ്. ഇവന്മാർക്ക് അറിയത്തില്ലല്ലോ. ഇവന്മാരെല്ലാം എവിടെ നിന്നോ വന്ന് പെട്ടെന്ന് യൂട്യൂബ് കണ്ടപ്പോൾ യൂട്യൂബറായ ആൾക്കാരുണ്ട്. യൂട്യൂബിന് കാശ് കിട്ടുമെന്ന് ഉടനെ എന്നാൽ പിന്നെ അങ്ങ് അഭിപ്രായങ്ങൾ അങ്ങ് പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ അഭിപ്രായ കച്ചവടക്കാർ ഇറങ്ങിയിട്ടുണ്ട് കുറേ എണ്ണം. അതുകൊണ്ടുള്ള പ്രത്യേകതകളാണ് ഇതൊക്കെ. ഇവർക്ക് എന്താണെന്ന് മനസ്സിലാകത്തില്ല. ചുമ്മാ എന്ത് പറഞ്ഞാലും പിന്നെ ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞില്ല. ഇപ്പോൾ ഞാൻ എതിർത്ത് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ പേര് വന്നിട്ട് ലൈക്കൊക്കെ അടിച്ചിട്ട് കറക്റ്റാണ് പറഞ്ഞെന്ന് പറയും. പക്ഷേ അത് കാര്യമില്ല. കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കണ്ടേ, അല്ലേ? അല്ലാതെ എങ്ങനെയാ? സൂര്യൻ ഉദിക്കുവാണോ അതോ ഭൂമി കറങ്ങുന്നതുകൊണ്ട് തോന്നുന്നതാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ സൂര്യനുള്ളതാണ്, ഭൂമിയുണ്ട്. ഇത് രണ്ടും കറക്റ്റാണ്. പിന്നെ ഇത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളത് ചിലപ്പോൾ ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ഇനി ഭൂമി കറങ്ങുന്നില്ലെന്നും
സൂര്യൻ അനങ്ങുന്നില്ലെന്നും ഇതൊക്കെ നമ്മുടെ തല കറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂടെ? നമ്മൾ എന്തൊക്കെയാണോ ഈ കേരളത്തിൽ അത് നല്ല വിറ്റാവൻ. അയ്യോ എന്ത് നടക്കുന്നത്, എന്തോടാ നടക്കുന്നത്? അത് കീഴിലെ സാധനമാണ് കേട്ടോ. അയ്യോ അപ്പം ശരി എന്നാ ഇവിടുത്തെ മറ്റവന്മാരെ ഇനി ഇത് പിടിക്കരുത്. മോഹൻലാലിൻ്റെ സീൻ കളഞ്ഞേക്കാം, അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാം എല്ലാവരും കൂടെ. എന്തിനാ വെച്ചോണ്ടിരിക്കും? ഇതൊക്കെ പിടിച്ചോണ്ട് നടക്കണ്ട അധികം. ചുമ്മാ ഇതൊക്കെ എടുത്ത് വേറെ വല്ല സീനിലേക്ക് ഇട്ടിട്ട് ആളെ കളിയാക്കാനൊക്കെ യൂസ് ചെയ്യാം. അല്ലാതെ ഇവിടെ ഒന്നും പൊക്കിക്കൊണ്ട് വരണ്ട. ഇത് രണ്ടവസ്ഥയാണ്.